എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. ഒരു സങ്കേതമുണ്ട്. ഓരോ നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഓരോ നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയു എനിക്കാശ്വസിപ്പാൻ യേശുവിന്റെ സന്നിധി ആശ്വാസം പകരുന്നതാണ് കേട്ടോ. ഓരോ നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ
ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേലൂയ ഹോസന്ന ഹോ ഹല്ലേലൂയ ഹോസന്ന ഹോ ഹല്ലേലൂയ ഹോസന്ന ഹേ ഹല്ലേലൂയ ഹോസന്ന ഹോ ഹോ ഹല്ലേലൂയ ഹോസന്ന ഹേ ഹല്ലേലൂയ രാജാധിരാജാവിന് ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹോ ഹോ ഹല്ലേലൂയ ഹോസന്ന ഹോ ഹല്ലേലൂയ ദേവാധിദേവന് ഹല്ലേലൂയ ഹോ ഹോ ഹല്ലേലൂയ ഹോസന്ന മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ പാതാളം ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ പാതാളം ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഹോ ഹല്ലേലൂയ ഹോശന്ന ഹല്ലേലൂയ ഹോശന്ന സഭ ചേർന്ന് പാടി ഹോ ഹോ ഹല്ലേലൂയ ഹോസന ഹോ ഹല്ലേലൂയ ഹോസന ഹല്ലേലൂയ ഹോസന. നാം സേവിക്കുന്ന ദൈവത്തിന്റെ വലുപ്പം മനസ്സിലാക്കിയിട്ടാണോ അവന് ഹല്ലേലൂയ പറയുന്നത്? അവൻ ആരല്ലെന്നറിയാമോ? നാം എന്തുകൊണ്ടാണ് അവനെ സേവിക്കുന്നതെന്നറിയാമോ? വായടച്ച് മിണ്ടാതിരിക്കുന്ന ഒരു മൗനമായിരിക്കുന്ന ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. കണ്ണു കാണാത്ത ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. മുടന്തനോ ചെകിടനോ ആയ ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. അവൻ അഖിലാണ്ടത്തിന്റെ ഉടയവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, നിത്യരാജാവ്, സമാധാനത്തിന്റെ ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ ഇങ്ങനെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ പറ്റി വർണ്ണിക്കാൻ മാത്രമേ എനിക്ക് നാവുകളുള്ളൂ. ഒരു വാക്കിനാൽ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ ഉളവാക്കിയവൻ, ആഴിയിലെ ജലത്തെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവൻ. വെളിപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നാം കാണുന്നൊരു ഭാഗമുണ്ട്.
തേജസ് വാരി ചുറ്റിയവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, 7 നിലവിളക്കുകളുടെ നിലവിൽ ഉലാവുന്നവൻ. ഈ ദൈവത്തെ അവിടെ കൊണ്ട് നമുക്ക് പരിമിതപ്പെടുത്താനാവത്തില്ല. കാരണം പാപിയായിരുന്ന എന്നെയും നിന്നെയും തേടി സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമിയിൽ വന്ന് മരിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല. അടക്കപ്പെട്ടു, തീർന്നില്ല. ഉയർത്തെഴുന്നേറ്റു, അവിടെ കൊണ്ടും തീർന്നില്ല. ഇന്നും എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഈ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഈ ദൈവത്തിന്റെ വലുപ്പം മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. രണ്ടുപേരും പാട്ടുപാടി പോകുന്നതിലല്ല, അവൻ മരണത്തെ ജയിച്ചവനാണ്. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ടാണ് നാം പാടുന്നേ, ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളെ അടച്ച് അധരം തുറന്ന് ഈ പാട്ടിന്റെ വരികൾ ചേർത്ത് പാടുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന ദൈവം. ആത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങാമോ?